നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ഞാൻ ഏറെ വർഷങ്ങളായിട്ട് ജീവിതശൈലി രോഗികളെ, പ്രത്യേകിച്ച് പ്രമേയ രോഗികളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റിനായിട്ട്. ഞാൻ ഇതിൽ കണ്ട രസകരമായൊരു കാര്യം, പ്രായമുള്ള ആളുകൾ പലരും പ്രമേഹം ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും ബ്ലഡ് ഷുഗർ 150-200 റേഞ്ചൊക്കെ മിക്കവാറും ഉണ്ടാകാറുള്ളൂ. ആക്സിഡൻ്റലായിട്ട് എന്തെങ്കിലും മുറിവുകൾ ഉണങ്ങാതെ വരുമ്പോഴോ, എന്തെങ്കിലും ദാഹക്കൂടലോ മൂത്രക്കൂടലോ, എന്തെങ്കിലും ഒരു മെലിച്ചിൽ പോലത്തെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ഇവർ ചെക്കപ്പ് അത് ഉണ്ടെന്ന് അറിയുന്നത്. പക്ഷെ ചെറുപ്പക്കാർക്ക് പലർക്കും ഈ പ്രമേഹം ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും ഷുഗർ 300, 350, 400 ഒക്കെ ഇവർ തിരിച്ചറിയുന്നത്. ഇതിൻ്റെ കാരണം ഒന്ന്, ഈ രോഗലക്ഷണങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. രണ്ട്, എനിക്ക് വരില്ല, എനിക്ക് വരേണ്ട ഒരു ചാൻസും ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെക്കപ്പേ നടത്തില്ല. സോ വളരെ ഹൈ ബ്ലഡ് ഷുഗർ ആയിട്ടാണ് പല ആൾക്കാരും നമ്മുടെ അടുത്ത് എത്തുക സാധാരണ. ഇതുപോലെ പ്രഷറും, പ്രായമുള്ളവർക്ക് പ്രഷർ കൂടുമ്പോൾ ചെറിയ തലകറക്കം പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ കിതപ്പോ, എന്തെങ്കിലും നെഞ്ചിടിപ്പോ കിതപ്പോ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവർ ചെക്കപ്പ് നടത്തും. അവർക്ക് മിക്കവാറും ഒരു മരണഭയം, രോഗഭീതിയൊക്കെ ഉണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ. പ്രത്യേകിച്ച് മിഡിൽ ഏജ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകും. അവർ ശ്രദ്ധിക്കും കുറച്ചുകൂടെ. അവർ ചെക്ക് ചെയ്യുമ്പോഴേക്കും പ്രഷർ ചിലപ്പോൾ 180, 190 ആയി എന്നൊക്കെ അറിയും നമ്മൾ. പക്ഷെ ചെറുപ്പക്കാരത് തീരെ നോക്കില്ല. അതുകൊണ്ട് ചെറുപ്പക്കാർ വളരെ ഹൈ ബ്ലഡ് പ്രഷറിലേക്ക് എത്തിയിട്ട് നമ്മൾ തിരിച്ചറിയാം. ഇത് തന്നെ കൊളസ്ട്രോളിൻ്റെ അവസ്ഥയും. ചെറുപ്പക്കാർക്കെല്ലാം ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ 600, 700, 800 എത്തിക്കഴിയുമ്പോഴേ തിരിച്ചറിയുള്ളൂ. കാരണം തീരെ ചെക്കപ്പുകൾ നടത്തില്ല. സോ അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങളെല്ലാം കാണിച്ചോളണമെന്നില്ല പലർക്കും. എന്നാലും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഭക്ഷണം കൂടുതൽ, വ്യായാമങ്ങൾ വളരെ കുറവ്, ഇങ്ങനത്തെ ഒരു ജീവിതമാണ് എനിക്ക്. വളരെ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് എനിക്ക് ഈ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനൊരു ചിന്ത എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വേണം. പിന്നെ ഈ രോഗങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും ഒന്ന് മനസ്സിൽ വെക്കണം. നമ്മൾക്ക് കൊളസ്ട്രോളും പ്രഷറും പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ തിരിച്ചറിയാൻ എളുപ്പമല്ല. സോ അവർക്കൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് പ്രഷറും കൊളസ്ട്രോളും നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. റൈറ്റ്. ഞാൻ പ്രധാനമായിട്ടും പ്രമേയക്കാരുടെ രോഗലക്ഷണങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. മിക്കവാറും പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ പ്രമേഹം ഉണ്ടെന്ന് അറിയുന്നത് ഒന്നുകിൽ വല്ലാതെ ശരീരം മെലിച്ചിൽ, നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ മെലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ മെലിച്ചിൽ ഒരു പ്രമേഹത്തിന്റെ രോഗലക്ഷണങ്ങൾ ഒന്നാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ വളരെയധികം നല്ല പ്രിവലന്റ് ആയിട്ടുള്ള ട്യൂബർക്കുലോസിസ് പോലുള്ള അസുഖങ്ങൾക്കും, ഈവൻ ക്യാൻസർ, ചെറുപ്രായത്തിൽ ക്യാൻസർ വരാറുണ്ട്. ഇതിലൊക്കെ ബോഡി വെയിറ്റ് ലോസ് ഉണ്ടാകാറുണ്ട്. സോ പല കാരണങ്ങൾ കൊണ്ടാകാം. ഹൈപ്പർ തൈറോയിഡിസം കൊണ്ട് വെയിറ്റ് ലോസ് വരാൻ പല കാരണങ്ങളുണ്ടാകാം. സോ ഒരാൾക്ക് പെട്ടെന്ന് വല്ലാതെ വെയിറ്റ് കുറയാൻ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് പ്രമേഹം ഇല്ല എന്നുള്ളതാണ്. ചില ആൾക്ക് ദാഹം കൂടുതൽ, വെള്ളം എത്ര കുടിച്ചാലും മതിയാകുന്നില്ല. അതേപോലെ തന്നെ മൂത്രം കൂടുതൽ പോക്ക്, വല്ലാതെ മൂത്രം പോയിക്കൊണ്ടിരിക്കും. ചിലർക്ക് വിശപ്പ് കൂടും വല്ലാതെ. സോ ദാഹക്കൂടുതൽ, വിശപ്പ് കൂടുതൽ, മൂത്രം കൂടുതൽ പോക്ക്, ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ ഇതും പ്രമേഹത്തിന്റെ ഏർലി സയൻസിൽ പെട്ടതാണ്. എല്ലാവർക്കും എല്ലാ രോഗലക്ഷണങ്ങളും വന്നോളുന്നില്ല. ഇപ്പം ചിലർക്ക് ഒരു മുറിവുണ്ടായിട്ട് ഉണങ്ങുന്നില്ല, അതും ആൻറ്റിബയോട്ടിക് എല്ലാം എടുത്ത് ക്ലീനിങ്, ഡ്രസ്സിങ് എല്ലാം കൃത്യമായിട്ട് ഉണങ്ങുന്നില്ല. അപ്പോഴായിരിക്കും ചിലപ്പോൾ ചെറുപ്പമായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കില്ല. ചിലപ്പോൾ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആയിരിക്കും ഷുഗർ 250, 300, 400 ഒക്കെ ഉണ്ടെന്നറിയാം. എസ്പെഷ്യലി പ്രായമുള്ളവർക്ക് എന്തെങ്കിലും ചെക്കപ്പുകൾ നടത്തുമ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ചെറുപ്പക്കാർക്ക് തീരെ ചെക്കപ്പുകൾ, വർഷങ്ങളോളം ഒരു ചെക്കപ്പ് നടത്താൻ ധാരാളം പേരുണ്ടാവും. അപ്പോൾ ഒരു മുറിവ് ഉണങ്ങുന്നില്ല എങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചിലർക്ക് ഒരു മുടി കൊഴിച്ചിൽ മാത്രം എടുക്കണ്ട, ചിലർക്ക് തൊലിപ്പുറത്തുള്ള ചെറിയ ചൊറിച്ചിൽ, ചരച്ചരങ്ങൾ, ഇങ്ങനത്തെ ചില സിമ്പിൾ സിംറ്റംസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. സോ പതിവില്ലാത്ത ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു, വിശപ്പ് കൂടുതൽ, മൂത്രം കൂടുതൽ പോക്ക്, ഇതുപോലെ വല്ലാത്ത മെലിച്ചിൽ, കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചുള്ള പുഷ്ടി ശരീരത്തിൽ ഇല്ലാതെ വരുന്ന അവസ്ഥ, കാര്യങ്ങൾ പല കാരണങ്ങൾ ഇതിലുണ്ടാകാം. എന്തെല്ലാമായിരിക്കും ലക്ഷണങ്ങളെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും കാണിച്ചില്ല എന്നിരിക്കും ചിലക്ക്. സോ ഇതൊരു മാസ്ഡ് ആയിരിക്കും പലപ്പോഴും ഈ രോഗം. അതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാർ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ നോക്കി വെക്കുക. അഥവാ എന്തെങ്കിലും കൂടുതൽ കാണിക്കുന്നു, പ്രീ ഡയബറ്റീസിലേക്ക് എത്തിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ചെക്കപ്പ് നടത്തുക. പക്ഷെ അതിനേക്കാൾ ഉപരി
കഴിക്കുന്ന ഭക്ഷണത്തിലെ കൺട്രോൾ കൊണ്ടുവരികയും ചിട്ടയായൊരു വ്യായാമം ശീലമാക്കുകയും ചെയ്യണമെന്നുള്ളത് മനസ്സിൽ കരുതുക. തുടക്കത്തിലെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് ഇസ് 100% റിവേഴ്സിബിൾ. സോ ഇതെല്ലാം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. നിങ്ങളുടെ ഈ അറിവില്ലായ്മ എന്താണ് ഇത്? ഇനി ഇല്ലാത്ത രോഗം ഞങ്ങൾ കണ്ടുപിടിച്ച് തന്നാലോ എന്നൊരു പേടി കൊണ്ട് ചെക്കപ്പ് നടത്താതിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലരുടെയൊക്കെ മനസ്സിലുണ്ട് ഇതെല്ലാം കയറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, പ്രായം കൂടുന്നതെല്ലാം കുറേശ്ശെ കുറച്ച് കൂടി വരേണ്ടതാണ്. ശരിയാണ്, പ്രായം കൂടുമ്പോൾ എല്ലാം കുറേശ്ശെ കുറച്ച് കൂടി വരും. പക്ഷെ ഒരു പരിധി വിട്ട് കൂടിയാൽ എന്താ പറ്റുക? ഇപ്പൊ പ്രഷർ ഒരു പരിധി വിട്ട് കൂടി, 1-ാം നിലയിൽ വെള്ളം ഒടിക്കുന്ന മോട്ടർ കൊണ്ട് 3-ാം നിലയ്ക്ക് വെള്ളം ഒടിച്ചാൽ എന്താ പറ്റുക? മോട്ടർ വേഗം കേടാവും. 5-ാം നിലയ്ക്ക് വെള്ളം ഒടിച്ചാലോ ചിലപ്പോൾ മോട്ടറിന്റെ കോയിൽ കത്തിപ്പോവും, അല്ലെങ്കിൽ ഫ്യൂസ് പോകും, അല്ലേ? സോ ഇതൊക്കെ മനസ്സിൽ വേണം. സോ അൺകൺട്രോൾഡ് ആയിട്ട് വല്ലാതെ കയറിപ്പോന്ന് ഒരിക്കലും നല്ലതല്ല. ചെറിയ കൂടുതലെല്ലാം നമുക്ക് ഡയറ്റ് കൺട്രോളിലും എക്സസൈസിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ പ്രമേഹത്തിന്റെയും അതുപോലെ പ്രഷർ, കൊളസ്ട്രോളിന്റെ എല്ലാം രോഗലക്ഷണങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയാസ്പദമായി എന്തെങ്കിലും ലക്ഷണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ എ ചെക്കപ്പ്. അപ്പൊ തന്നെ നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. ഡയറ്റ് പാകത്തിനാക്കുക, എക്സസൈസ് കറക്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരാഴ്ച ഡയറ്റ് കൺട്രോൾ എക്സസൈസും ചെയ്താൽ റിവേഴ്സ് ആകാനേ ഉണ്ടാകുള്ളൂ, പ്രീ ഡയബറ്റീസ് ഓർ ഏർലി ഡയബറ്റീസ് എല്ലാം. സോ നിങ്ങളുടെ അറിവില്ലായ്മയാണ് പ്രശ്നം. കഴിയുന്നത്ര കാര്യങ്ങൾ ഇപ്പം പഠിക്കാൻ ശ്രമിക്കുക. രോഗിയായിട്ട് മരുന്നുകളുടെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. തുടക്കത്തെ ആണെങ്കിൽ 100% റിവേഴ്സിബിൾ ആണെന്ന് പഠിക്കുക എപ്പോഴും. ഓക്കെ.